ജീവിത വിജയം നേടിയവർ ആയിക്കോട്ടെ, ഇൻവെസ്റ്റ്മെൻറ്റിൽ സക്സസ് ആയവർ ആയിക്കോട്ടെ, ട്രേഡിങ്ങിൽ വിജയിച്ചവർ ആയിക്കോട്ടെ, പക്ഷേ ഇവരൊന്നും ആരോടും പങ്കുവയ്ക്കാത്ത ചില രഹസ്യങ്ങൾ ഉണ്ടാവും. നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് നോക്കാം ഈ വീഡിയോയിലൂടെ. ജീവിതം തുറന്ന പുസ്തകമാണെന്ന് പറയുമ്പോഴും അവർ അവരെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ പങ്കുവയ്ക്കാറില്ല. ആ രഹസ്യങ്ങൾ ഇതാണ്: ജീവിതത്തിൽ വിജയിച്ചവരെ കണ്ടിട്ടില്ല. പലപ്പോഴും നമ്മുടെ മുന്നിൽ ആത്മവിശ്വാസത്തോടെ നെഞ്ചുവിരിച്ച് നിൽക്കുന്ന, നാം ബഹുമാനത്തോടെ കാണുന്ന ചിലർ. ജീവിതം തുറന്ന പുസ്തകമാണെന്ന് പറയുമ്പോൾ അവർ അവരെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ പങ്കുവയ്ക്കാറില്ല. അവർ എല്ലാ സമയത്തും ആത്മവിശ്വാസം ഉള്ളവരായിരിക്കണമെന്നില്ല. വിജയികളായ ആളുകൾ ആത്മവിശ്വാസം ഉള്ളവരാണെന്ന് പൊതുവെയുള്ള ധാരണ, പക്ഷേ അതൊരിക്കലും ശരിയല്ല. അവരിലും പലരും ആശങ്ക ഉള്ളവരാണ്. അവരതൊന്നും പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം. അവർക്കുണ്ടാകുന്ന സംശയങ്ങൾ തടയുന്നതിന് പകരം സംശയങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും അവരുടെ ജോലികൾ ഭംഗിയായി ചെയ്യുകയും ചെയ്യും. പരാജയങ്ങൾ അവരെ വളരെയധികം ബാധിക്കുന്നു. വിജയികളായ വ്യക്തികൾ പരാജയത്തെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുമെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ പരാജയം എല്ലാവരെയും വേദനിപ്പിക്കുന്നു എന്നതാണ്. എന്നാൽ വിജയികളായ വ്യക്തികൾ ഈ പരാജയങ്ങളെ ഒരു പാഠമായി എടുക്കും. പരാജയപ്പെടുന്നത് അവർക്ക് സ്വയം ഇല്ലാഞ്ഞിട്ടല്ല എന്ന് സ്വയം ഓർമ്മിക്കും. അതിനർത്ഥം അവർ ഇപ്പോഴും വളർച്ചയുടെ പാതയിൽ ആണെന്നാണ്. അതായത് നമുക്കറിയാം, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ ഒരു ട്രേഡിങ്ങിനോ നമ്മൾ ഒരു സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ചിലർ അത് താഴേക്ക് വരുംതോറും വാങ്ങിക്കൊണ്ടിരിക്കും, ചിലർ അത് വിറ്റുമാറും, ചിലർ എന്തു ചെയ്യും, അവിടെ ക്വാണ്ടിറ്റി കൂട്ടും. പക്ഷെ വിജയിക്കുന്നവർക്കറിയാം ഏത് ലെവലിൽ താഴെ പോയാലാണ് അത് വീണ്ടും താഴേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ അവർ അവിടെ നിന്ന് അവരുടെ പൊസിഷൻ കട്ട് ചെയ്ത് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് അവരുടെ വളർച്ചയുടെ ഒരു പ്രധാന ഘടകം. ഇനി മറ്റൊരു കാര്യം, എന്നാൽ വിജയിച്ച അവരും ഏകാന്തത അനുഭവിക്കുന്നവരാണ്. നാം വിചാരിക്കുന്നത് നിരവധി ബന്ധങ്ങളും നേട്ടങ്ങളും ഒക്കെ സ്വന്തമാക്കുന്ന ഒരു വ്യക്തി എപ്പോഴും സന്തുഷ്ടനായിരിക്കുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ആളുകൾ ഉയരത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ സാമൂഹ്യ വലയം പലപ്പോഴും ചുരുങ്ങുന്നു. വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ സ്വയം കാണുന്ന രീതിയും മറ്റുള്ളവർ അവരെ കാണുന്ന രീതിയും മാറ്റുന്നു. ഇത് ആളുകളുമായി പഴയതുപോലെ ഇടപെടുന്നതിന് ബുദ്ധിമുട്ടാകും. അത് നമുക്കറിയാമല്ലോ. നമ്മളുടെ നാട്ടിൽ ഉള്ള ഒരാളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പക്ഷേ ഒരു പരിധിക്ക് അവർ ഉയർന്നു കഴിയുമ്പോൾ അവൻ്റെ ചുറ്റുപാടുകളിൽ ഉള്ള പല ബന്ധങ്ങളെയും അവർ മുറിച്ചു മാറ്റുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സമ്മർദ്ദവും തളർച്ചയും ഉണ്ടാകും അവർക്കും. വിജയങ്ങൾ സ്വന്തമാക്കുന്നതിന് പലപ്പോഴും വലിയ വില അവരും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ഉത്തരവാദിത്തം കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട്. വിജയത്തിൻ്റെ പ്രതിച്ഛായ നിലനിർത്താൻ നിരന്തരമായ സമ്മർദ്ദം അവരിലും ഉണ്ട്. ഇത് സ്വാഭാവികമായും അവരെ തളർച്ചയിലേക്കും നയിക്കാം. വിജയം ആസ്വദിക്കാൻ കഴിയാത്ത അത്ര ക്ഷീണിതനാണെങ്കിൽ ഒരാൾ വിജയത്തിന് അർത്ഥമുണ്ടാകുന്നില്ല. അവർ സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു. നമ്മൾ വിചാരിക്കും വിജയികളായ ആളുകൾ സ്വയം താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. പക്ഷേ അവരും അത് ചെയ്യാറുണ്ട്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് അവരെ പ്രചോദിപ്പിക്കുകയും അവരുടെ വളർച്ച ഒന്നുകൂടി മെച്ചമാക്കുകയും ചെയ്യും. അവർ അധ്വാനിച്ചതെല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയം വിജയം മനസ്സമാധാനം നൽകുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ചിലർക്ക് അത് ഭയമാണ് നൽകുന്നത്. സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയം. തങ്ങളുടെ നേട്ടങ്ങൾ ആസ്വദിക്കുന്നതിന് പകരം അവർ അമിതമായി ജാഗ്രതയോടെ ഇരിക്കും. വിജയങ്ങൾ എപ്പോഴും സന്തോഷിപ്പിക്കില്ല. ലക്ഷ്യത്തിലെത്തുമ്പോൾ ശാശ്വതമായി സന്തോഷം ലഭിക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷെ അങ്ങനെയാവണമെന്നില്ല. യഥാർത്ഥ സന്തോഷം വിജയം ആസ്വദിക്കുന്നതിലാണ്. ജോലിയും ജീവിതവും സന്തുലിതമാക്കാൻ പ്രയാസപ്പെടുന്നു. കർമ്മമേഖലയിൽ വിജയിച്ച ആളുകൾക്ക് ജീവിതത്തിൽ വ്യക്തിപരമായി തൊഴിൽപരവുമായ ജീവിതം സന്തുലിതമാക്കാൻ പ്രയാസമാണ്. അവർ ജോലിയിൽ എപ്പോഴും ശ്രദ്ധിക്കുന്നത് കൊണ്ട് കുടുംബവുമൊത്ത് സമയം ചെലവഴിക്കാൻ ചിലപ്പോൾ ചിലർക്ക് സാധിക്കാതെ വരുന്നുണ്ട്. കുടുംബത്തിലെ ആവശ്യങ്ങൾ അവഗണിക്കുന്നത് കൊണ്ട് കാലക്രമേണ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു. നമുക്കറിയാം, ചില ഉയർന്ന ആളുകൾ, അതായത് സിനിമാ മേഖലയിലായിക്കോട്ടെ, സാമ്പത്തിക മേഖലകളിലായിക്കോട്ടെ, എല്ലാവരും അവരുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി, അവരുടെ ഭാര്യ അവരുടെ വേർപെട്ടതൊക്കെ എല്ലാം നമ്മൾ പത്രത്താളുകളിലൂടെ വായിച്ചിട്ടുണ്ടാകും. കാരണം അവർക്ക് അവരുടെ ബിസിനസ് മേഖലയിൽ കൂടുതൽ നേരം ശ്രദ്ധിക്കുന്നത് കൊണ്ട് അവർക്ക് അവരുടെ കുടുംബ ബന്ധങ്ങളിൽ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ വരുന്നതും അത് അവരുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതും കാരണമാകാറുണ്ട്.